ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മളുടെ അത്തവിത്തി ഓണത്തിൻ്റെ നമ്മുടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അത്തം പത്ത് ഓണമല്ലേ. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഞായറാഴ്ച കുറച്ച് നേരം കിടക്കും. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ്, അത്തമായതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു നേരെ അടുക്കളയിലോട്ട് വന്ന ഉടനെ കാപ്പിക്കുള്ള വെള്ളം ഞാൻ ചരുവത്തിലെടുത്ത് അടുപ്പെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേർ എഴുന്നേറ്റിട്ടില്ല, പണിയൊന്നും വേഗം നടക്കുകയില്ല. ഞായറാഴ്ച ദിവസം എപ്പോഴും പണിയൊക്കെ വളരെ ലേറ്റായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ വേഗം എൻ്റെ പണിയൊക്കെ ഓടും. പിന്നെ പട്ടാണി നമ്മൾ നേരത്തെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് നന്നായിട്ട് കുതിരാനൊക്കെ ഇട്ടു. ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് നേരെ കുക്കറിലോട്ട് ഇടണം. പിന്നെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മുടെ പട്ടാണിക്കറിയും പിന്നെ ചപ്പാത്തിയുമാണ്. ചപ്പാത്തി ഞങ്ങൾ ഇന്നലെ രാത്രിയിലേ ഉണ്ടാക്കി വെച്ച്, കാരണം നമ്മുടെ ചപ്പാത്തിയും പട്ടാണിയും എല്ലാം കൂടെ രാവിലെ പെട്ടെന്ന് പണി ഓടത്തിന് ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ സമയമെടുക്കും. പിള്ളേരുടെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്ത് കുഴച്ചും പരത്തിയും ചുട്ടൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് വലിയൊരു ബഹളവും പിന്നെ സമയം ഒരുപാട് മുന്നോട്ട് പോകും. പിന്നെ ഉച്ചക്കത്തെ പണി പെൻഡിങ് ആകുന്നതാണ്. ഞങ്ങൾ രാത്രിയിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി ഒരു 11:30 ആയപ്പോഴത്തേന് അമ്മ മാവ് കുഴച്ച് ഞാൻ വേഗം ഉണ്ടാക്കി. അങ്ങനെ ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കി കാസറോൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് കറി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ വേഗം പട്ടാണി കഴുകി കുക്കർ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കാപ്പി തിളച്ച് വന്ന്, കാപ്പി കുടിച്ചാൽ ഒരു ക്ഷീണമൊക്കെ മാറത്തുള്ളൂ. കാപ്പി ആയാലും ചായ ആയാലും. അങ്ങനെ കാപ്പിയൊക്കെ തിളച്ച് അതെടുത്ത് മാറ്റിയ ശേഷം നമ്മുടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. ഒരു 3-4 വിസിൽ വന്നാൽ മതി. അങ്ങനെ ഞാനും കാപ്പി കുടിച്ച ശേഷം പിള്ളേർക്ക് കുടിക്കാനുള്ള കാപ്പിയും കൂടെ ഞാൻ ആർച്ച് വെക്കുന്നുണ്ട്. ഇല്ലേ പിന്നെ വന്ന ഉടനെ കാപ്പി ചോദിക്കും. അന്നേരം ആർച്ചൊക്കെ കൊടുക്കാൻ ഭയങ്കര താമസമല്ലേ. അത് കാരണം ഞാൻ അവർക്ക് കുടിക്കാവുന്ന പരുവത്തിലുള്ള ചൂടിൽ തന്നെ ഞാൻ ആർച്ച് വെക്കും. എന്നിട്ട് ഞാനും കുടിച്ചു. അപ്പോഴത്തേന് 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ വാതിലൊക്കെ തുറന്നു. നല്ല ഏതായാലും ഓണം അടുത്തപ്പോഴത്തേനും നല്ല വെയിലും നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. മഴയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം പോയി വെയിൽ കൊണ്ടപ്പോഴത്തേന് ചിന്നുമോൾ എന്നെ വിളിച്ചു, അമ്മാന്ന് വിളിച്ചു. അപ്പോൾ നോക്കിയപ്പം ഉണർന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്. കുഞ്ഞ് ഉറക്കമൊന്നും പോയിട്ടില്ല, നല്ല ക്ഷീണം. പിന്നെ എന്നെ കണ്ട കാരണം പിന്നെ കിടന്നില്ല. പിന്നെ എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നു, മുഖമൊക്കെ കഴുകി ആൾ ഭയങ്കര ഉഷാറായി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പോയി വെയിലത്തൊക്കെ ഇച്ചിരി നേരം മുറ്റത്തൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ കഴുകി പാല് കൊടുത്തപ്പം അന്നേരം വേണ്ട, ക്ഷീണം പോയില്ലാത്ത കാരണം പാല് കൊടുത്തിട്ടൊന്നും കുടിച്ചില്ല. അപ്പോഴത്തേന് പിള്ളേരും എഴുന്നേറ്റ് വന്നു, അവർക്കും കാപ്പിയൊക്കെ കൊടുത്തു. അവർ മുഖമൊക്കെ കഴുകി വന്ന് ഇരുന്നപ്പോഴത്തേനും കാപ്പി കൊടുത്തു. അപ്പം ചിന്നുമോൾ പെട്ടെന്ന് എന്നോടൊരു സങ്കടം പോലെ ഞാൻ വിളിച്ചിട്ടൊന്നും ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് കാപ്പി കൊടുക്കാത്തതിൻ്റെ സങ്കടമായിരുന്നു. ചേച്ചി പിള്ളേർക്ക് കൊടുക്കുമ്പം അവൾക്കും കൊടുക്കണം. ചില സമയത്ത് അങ്ങനെ അവൾക്ക് കാപ്പി വേണം, ചിലപ്പം പാല് മതി. ഇന്നിപ്പം കാപ്പി കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് ഈ കാണുന്ന മുഖഭാവം കണ്ടില്ലേ. കയ്യിലിരുന്ന മാവും കൊണ്ടൊക്കെ എന്നെ എറിയാൻ വരുന്നുണ്ട്. ചേച്ചിമാർ കാപ്പിയും കുടിച്ചിട്ട് കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാൾ എണ്ണയൊക്കെ തേച്ച്, ഒരാൾക്ക് ക്ഷീണമൊന്നും പോയിട്ടില്ല. പിന്നെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇരുത്തിയേച്ച് നേരെ അടുക്കളയിൽ പോയി കുഞ്ഞിനുള്ള പാൽ ഞാൻ എടുത്തുകൊണ്ട് വന്നു, കുപ്പിപ്പാൽ. അങ്ങനെ പിന്നെ കുപ്പിപ്പാൽ എടുത്തുകൊണ്ട് വന്ന് അവളെയും കൊണ്ട് തന്നെ ഞാൻ മടിയിലിരുത്തി ഒന്ന് സമാധാനമാക്കി. അവരുടെ കൂടെ ഇരുന്ന് വിശേഷവും പറഞ്ഞ് അവരോട് തലയിൽ എണ്ണയൊക്കെ പുരട്ടി തേക്കാൻ പറഞ്ഞേച്ച് ഞാൻ ചിന്നുമോക്ക് പാൽ കൊടുത്തു. അപ്പം കുറച്ച് നേരം അങ്ങ് സമയം അങ്ങ് പോയി. അതിനുശേഷം പാലൊക്കെ കൊടുത്ത ശേഷം നേരെ ഞാൻ റൂമിലോട്ട് പോയി. കിടന്ന ബെഡൊന്നും എടുത്ത് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ തുണിയെല്ലാം ഒന്ന് ഒതുക്കി ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് വെട്ടവും വെളിച്ചമൊക്കെ കയറാൻ. ഇത്രയും ദിവസം മഴയൊക്കെ ആയത് കാരണം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ തുണിയൊക്കെ ഒരുപാട് ഉണങ്ങാൻ കിടപ്പുണ്ട്. അലക്കാനും മടക്കാനും വിരിക്കാനും ഉണങ്ങിയെടുക്കാനും ഒക്കെ ഒരുപാട് തുണികളുണ്ട്. അപ്പം ഫ്രണ്ടിൽ നല്ല വെയിലും വെട്ടവും കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തുണി പായൊക്കെ വിരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വേറൊന്നുമല്ല, കട്ടറും ഒക്കെ സൈഡിലുള്ളത് കാരണം തുണിയെ വന്നിരിക്കും. പായിട്ടാലും വരും, അതാകുമ്പോൾ നമുക്കൊന്ന് കുടഞ്ഞെടുക്കാമല്ലോ. വെറും തറയിലിട്ട് എന്തെങ്കിലും എഴഞ്ഞ് വന്ന് കയറിയിരിക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. ഇതാകുമ്പോൾ ഓരോന്നും കുടഞ്ഞെടുക്കാവുന്ന കാരണം ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും വിരിച്ചേച്ച് ബാക്കി എല്ലാ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ നല്ല സുഖമുള്ള വെയിലായിരുന്നു. ഇത്രയും ദിവസം തണുപ്പായതുകൊണ്ട് വെയിൽ കൊണ്ടപ്പോഴത്തേനും നല്ലൊരു ഉണ്ടായിരുന്നു. അപ്പോൾ തുണിയെല്ലാം കുറച്ച് കസേരയിലും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ അടുക്കള വശത്തെ അയ ഉണ്ടായിരുന്നു, അവിടെയും പോയി ഞാൻ കുറേ തുണിയൊക്കെ ഇട്ടു.
പിന്നെ എൻ്റെ ഇഷ്ടമുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് നിന്ന് നോക്കി അതിനെ തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് നേരെ പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ചപ്പാത്തി ഒന്ന് ചൂടാക്കി. ഇന്നലെ ഉണ്ടാക്കിയതിനപ്പോൾ ഞാൻ ഓവനിലൊന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് നമ്മുടെ പട്ടാണി കറി എല്ലാം എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് മീൻ കറിയും ചപ്പാത്തിയും മതിയെന്ന് ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പോൾ വട്ടത്തിൽ തറയിലിരിക്കാമെന്ന് കണ്ടപ്പോൾ ചിന്നുമോൾക്ക് തറയിലിരിക്കേണ്ട, ടേബിളിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് തറയിൽ പാത്രമൊക്കെ വെച്ച് കൊടുത്തു കഴിക്കാനായിട്ട്. പിന്നെ എന്നെ അവിടുന്ന് മാറ്റി കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് പോയി അവൾക്ക് കൈയൊക്കെ കഴുകിക്കൊടുത്ത് അവൾക്ക് കഴിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാനും കൂടി ഇരുന്നു. പിള്ളേർ രണ്ടുപേരും TV കണ്ടിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാനും ചിന്നുമോളും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചു. അവളോട് വർത്താനവും പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിരുന്നാലേ കഴിക്കത്തൊന്നുമില്ല. പിന്നെ ചപ്പാത്തിയുടെ മാവ് എന്തോ ചെയ്താലും അത് കയ്യിൽ നിന്ന് മാറ്റുകയില്ല. എവിടെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരെടുക്കുമല്ലോ എന്നുള്ള പേടി കൊണ്ട് അവളത് കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ അപ്പോൾ കുഞ്ഞിന് ഞാൻ മുറിച്ചായിട്ട് കൊടുത്തു. അപ്പോൾ കുഞ്ഞിന് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു പീസായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ പട്ടാണി ചാറേ കൂട്ടത്തുള്ളൂ, അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒപ്പത്തിനിരുന്ന് കഴിച്ചു. കഴിക്കുമെന്ന് പേരേ ഉള്ളൂ. പകുതി സമയവും വെള്ളം കുടിയാണ്. 1-2 ഒന്ന് കൊടുത്തു. ബാക്കി മുഴുവൻ പിന്നെ വെള്ളം കുടിയായിരുന്നു. ഇടയ്ക്കൊന്ന് TV കാണും. പിന്നെ എന്നോട് എന്തെങ്കിലും പറയും. ഞാനോരോന്ന് ചോദിക്കുമ്പോൾ അതിന് കുസൃതിയായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പകുതി കഴിക്കാതെ അങ്ങ് വെച്ചു. പിന്നെ ചേച്ചി ഇടയ്ക്ക് വന്നിങ്ങനെ എത്തി നോക്കിയപ്പോഴത്തേനും മാവെടുക്കാനാണെന്ന് കണ്ട് അന്നേരം പോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് TV കണ്ട് അങ്ങ് സമയം പോയി. അന്നേരം ഓർത്തത് അരി അടുപ്പത്തിടാനായിട്ട് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഓടിച്ചെന്ന് ഞാൻ അരി കഴുകി അങ്ങിട്ട് പെട്ടെന്ന് വേകുന്ന അരിയാണെന്ന്. പിന്നെ വെള്ളവും ചൂടായിട്ടുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ വേഗം ആകുമല്ലോ, വെറുതെ തീ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവർക്കുള്ള കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച ശേഷം ഞാൻ വേഗം അരി ഇട്ടു. അപ്പം നമ്മൾ റേഷനരിയാണേ, നല്ല ചാക്കരിയാണ്, നല്ല ചാക്കരിയാണ്. പെട്ടെന്ന് വേഗം, വലിയ കുഴഞ്ഞൊന്നും പോകത്തില്ല. നോക്കിയെടുത്താൽ നല്ലപോലെ നമുക്ക് പൂ പോലെ എടുക്കാൻ പറ്റും. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വൈകിട്ടത്തേനും കൂടെ ഉള്ള അത്താഴത്തിനും കൂടെ ഉള്ള അരി ഞാൻ ഒന്നിച്ച് 3 ഗ്ലാസ് അരി ഇട്ടു. എന്നിട്ട് വന്ന് ചിന്നുവിന് കഴിക്കാൻ കൊടുത്തു. കാരണം അവൾ എൻ്റെ കൂടെ ഇരുന്ന പകുതി സമയവും വർത്താനമായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇട്ടേച്ച് വന്ന ശേഷം കുഞ്ഞിനതേ കഴിക്കാനായിട്ട് ചപ്പാത്തിയൊക്കെ കൊടുത്തു. പിന്നെ മുറ്റത്തൂടെ ഓരോന്നൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ അടുക്ക ഇങ്ങനെ ഇരുന്നു. ചേച്ചിമാർ ഓരോ കോപ്രായം കാണിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഞായറാഴ്ച അത്തം ദിവസത്തെ വിശേഷങ്ങൾ.